എന്തിനാ നമ്മൾ അടിച്ചത്? നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും. ഇനി നീ തീരുമാനിക്ക് ഇവിടെ താമസിക്കണോ അതോ വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. പോടാ. ഞാൻ പോണില്ല. ബാ. രാവുണ്ണി നായര് അകത്തുണ്ട്. ആരാ? ഞാൻ കൊട്ടാറിലെ റിസീവറാ. ഇതെന്റെ ഗുമസ്തൻ. തസ്തികയുടെ പേര് അതാണെന്നേ ഉള്ളൂ. ഇന്നത്തെ പല കൊടികെട്ടിയ വക്കീലന്മാരെക്കാളും നിയമത്തിന്റെ അറ്റവും മൂലയും പച്ചവെള്ളം പോലെ കാണപ്പെടണം എനിക്ക്. ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. അയ്യോ എന്താ? ഇവനെ പാട്ട് പാടിയതാ. അയ്യോ അയ്യോ അല്ലെ? അയ്യോ അയ്യോ. കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്താനാണെന്ന് നീ ആക്കി പറഞ്ഞു. തന്റെ അടുത്ത് എന്താ പറയാൻ പോണേ? പറഞ്ഞു, എന്തും പറഞ്ഞു. നമസ്കാരം. ഞാൻ അനന്തപത്മനാഭൻ. ഉർമീസ്. മോള് പറഞ്ഞു റിസീവറാ അല്ലേ? അതെ. കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ നിന്നറിഞ്ഞു. നല്ല ചുമ. ക്ഷയമാണോ? ക്ഷേമമാണോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്ത് ക്ഷേമം? അസുഖമൊന്നുമില്ല, പക്ഷെ വയ്യ. പോലീസുകാര് കൊണ്ടുപോയി കുറെ ഇടിച്ചു പിഴിഞ്ഞതല്ലേ. എന്നാത്തിനാ? തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ. അപ്പൊ തട്ടിയത് ചേട്ടനാണോ? പ്രേതം എവിടെ? പറമ്പിൽ കക്കൂസിന്റെ പുറകില് വെള്ള സാരി കൊടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നേരെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി കൊടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്. ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനും ഉണ്ടായിരുന്നു. ഭാര്യ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി, പുക, പാട്ട്, നമ്മൾ രണ്ടും കട്ട പുക. അയ്യോ. ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി വഴിയുണ്ടായിരുന്നോ? ഓ, ത്വരങ്കം. ഉറുമീസേ, ഇതെവിടെ പോയി? ഇതാണ് വഴി. ഇതിലൊരു 3 എണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉറുമീസേ, നീ പറഞ്ഞ നേരെ. 2 എണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും. അതല്ലേ ഇതിന്റെ ഒരു ഗുണവും. ഉറുമീസേ, കസേര തനി ആടുവോ? ഒരിക്കലുമില്ല. പ്രേതം കസേര കയറിയിരുന്ന് ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയല്ല ഇദ്ദേഹത്തിന്റെ മടിയിലിരുന്ന് ആടും. എങ്ങനെയുണ്ട് കൊട്ടാരൊക്കെ ചുറ്റിക്കണ്ട? അയ്യോ, ഇത്രയും വലിയ കൊട്ടാരത്തില് അനന്തേട്ട ഒറ്റയ്ക്കാ താമസിക്കുന്നേ? എന്റെ കൂടെ പിശാശുണ്ട്. ചായ റെഡി. വിളിച്ച് കൂവണ്ട, ഹോട്ടലല്ല. നിന്നോട് ആരാ കൊണ്ട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത്? വക്കീലല്ലേ പറഞ്ഞ ചായ ഇട്ടുകൊണ്ടുവരാൻ? ഇടാനല്ലേ പറഞ്ഞോളൂ, കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, ചായ ഇടാൻ പറയുമ്പോഴാണ് കൊണ്ടുവരാൻ പറയുമ്പോ കൊണ്ടുവരണം. വേണം. എനിക്ക് രോഗം മനസ്സിലായി. ഞാനിപ്പോ കൊട്ടാരത്തിലെ കട്ടുറുമ്പായി മാറിയല്ലേ. സാറേ, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടാത്തൊരു ചൊല്ലുണ്ടറിയോ? അയ്യേ, ഈ ചായയിൽ എന്തോ സോപ്പ് ചോദിക്കുന്നുണ്ടല്ലോ. കുളിച്ചോണ്ട് ചായ ഇട്ടാ പിന്നെ സോപ്പല്ലാതെ സോഡ ചോദിക്കൂ. ഞാൻ വക്കീലും. കണക്കൊക്കെ ഇന്ന് എന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിച്ചേക്കണം. ഓഹോ. എടാ കള്ള, പട്ടാപ്പാടി നിലവിളക്ക് വെക്കുന്നോ? തന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് അനുഭവം ചോദിക്കാതെ കയറാൻ? എന്റെ അമ്മാവനാ. അല്ല, യവൻ കരുതി പല രാജാവുമായിരിക്കുന്നല്ലേ? അല്ല, കൊട്ടാരം വിദൂഷകനാണെന്ന് വിചാരിച്ചു. ഇവനാരാ മനസ്സിലായില്ല? എന്റെ ഗുമസ്തനാ ഉർമീസ്. എനിക്കൊരു സഹായത്തിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ആശാൻ നല്ലൊരു കുക്കും കൂടിയാ. കുക്ക് നിന്റെ ഈ അമ്മാവനാ? എന്താ പറഞ്ഞേ? ഈ ബുക്ക് അമ്മാവന് കൊടുക്കട്ടെ ചോദിച്ചാ? അമ്മാവൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വന്നപ്പോ നിങ്ങളെ ആരും ഇവിടെ കണ്ടില്ല. എന്നാ പിന്നെ ഈ കൊട്ടാരൊക്കെ ചുറ്റിടന്ന് കണ്ടേക്കാവുന്നത്. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ.
എല്ലാം നല്ല ഉരുപ്പടികളാണ്. ഈ മച്ചൊക്കെ പഴയ തേക്കിന്റെ കാതല. ഈട്ടിയാ? ഈട്ടിയാണോ? ഏ? ആ, ഞാൻ പറഞ്ഞില്ലേ ഈട്ടി തന്നെ ആയിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് ഭരണം? കുഴപ്പമില്ല, ഈ മാസം നല്ലൊരു തുക സർക്കാരിലേക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പൊ എന്റെ ശുപാർശ മോശമായില്ല. വരുമാനം ഇനിയും വർദ്ധിപ്പിക്കണം. അത് നമുക്കൊരു അന്തസ്സ. ഞാനുമായിട്ട് ഈ സ്ഥാനത്തിന് പിട്ടുപലി ഉണ്ടാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി എനിക്ക് 4 വർത്തമാനം പറയണം. ആ, ഞാനും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അമ്മ. ഞാനും. നീ ശ്രമിക്കണ്ട. ഇല്ലേ, ഈ ഒരു ചായട്ടുണ്ട്, അമ്മവന് പോകാൻ ധൃതിയുണ്ട്. വിത്തൗട്ടല്ലേ? കണ്ടാൽ അറിയാം വിത്തൗട്ടാണെന്ന്. ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നോട് വിശദമായിട്ടൊരു കാര്യം സംസാരിക്കാനാ. ഇനി അതങ്ങോട്ട് വെച്ച് കിട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സുഗന്ധി എന്ത് പറഞ്ഞു അമ്മ? ഇത്തരം കാര്യങ്ങളെ പറ്റി അവളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്നൊക്കെ അവക്ക് വേണ്ടിട്ടല്ലേ. അവൾ എതിർപ്പൊന്നും പറയില്ല. ചായ റെഡി. ചൂട് ലേശം കുറവാ. ആ, അസല് ചായ, നല്ല കൈപ്പുണ്യം. ഈ തിരുവായ്മൊഴി മുദ്രപത്രത്തിൽ എഴുതി തരാവോ? ഗുമസ്തപ്പണി ഇല്ലെങ്കിൽ അവിടെ ഒന്ന് കുക്കായിട്ടെങ്കിലും നിൽക്കാമല്ലോ. അപ്പൊ നമുക്ക് എപ്പോ ഇപ്പൊ ആലോചിക്കാം? ആലോചിക്കാം. ഇവിടെ അത് അമ്മയും അപ്പൂപ്പനൊക്കെ ആയിട്ടൊന്ന് തീരുമാനിച്ചിട്ട്. ഇത്തരം കാര്യങ്ങളിൽ വൃദ്ധജനങ്ങളെ വലിച്ചഴക്കണോ? നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആവാം. ഇന്ന് രാത്രിയോ? അതിന് ചില ഒരുക്കങ്ങളൊക്കെ ഇല്ലേ അമ്മാവ? പിടിപിടിന്ന് ചെയ്യേണ്ട കാര്യമാണോ? എന്തോന്നൊരുക്കം? ഒരു ലോറി പിടിക്കണം, 2 ചുവട്ടുകാരെയും വിളിക്കണം. ചുമട്ടുകാരോ? ആ, ടൗണിലുള്ള നമ്മുടെ ഹോട്ടലിന്റെ പണി ഏതാണ്ട് തീർന്നു വരികയാണ്. അപ്പൊ ഇന്ത്യയുടെ ഡെക്കറേഷനും മറ്റുമായിട്ട് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നത്? അതെങ്ങനെ ശരിയാവും അമ്മാവ? എന്താ ശരിയാകാത്തത്? ഈ കണ്ട ത്യാഗമൊക്കെ സഹിച്ച് നിന്നെ ഇവിടുത്തെ റിസീവർ ആക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു? സർക്കാരിനെ നക്കാപ്പിച്ച സിറ്റിംഗ് ഫീസ് മേടിക്കാനോ? എടാ, ഒരു കേസ് 100 രൂപയ്ക്ക് കിട്ടിയവരോടാ നിനക്ക് ഇതിന്റെ 10 ഇരട്ടി. ഇത് നിയമവിരുദ്ധം അമ്മാവ, അല്ലേ ഓർമ്മിസേ? IPC 304. എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. കൊട്ടാരം വക സാധനങ്ങൾ ഓസിനടിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധം. യാതൊരു മാനദണ്ഡവുമില്ലാതെ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് പ്രകൃതി വിരുദ്ധം. എന്നാലും നാറാമോൻ പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ. എന്തെങ്കിലും അവിഹിതം നടത്തിയാലേ വിഹിതം കൈവരൂ. വക്കീലിന് ബുദ്ധിയില്ലെങ്കിലും ഗുമസ്തന് ബുദ്ധിയുണ്ട്. കിട്ടാവുന്ന അത്ര ഇവിടുന്ന് അടിച്ചു മാറ്റണം. ലേശം ബുദ്ധിമുട്ടുള്ള കാര്യം അമ്മാവ. ഇവിടെയുള്ള സാധനങ്ങളും തടികളൊക്കെ സർക്കാർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളതാ. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട സമാധാനം പറയേണ്ടത് ഞാനാ. അതിന് സമാധാനം പറഞ്ഞ വഴികളൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നിയമം ഉണ്ടാക്കിയപ്പോ തന്നെ അതിന്റെ പരിധികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൂപ്പ് ഹോൾസ്. നേരത്തെ പരിചയപ്പെടാൻ കഴിയാത്തതിൽ ഇപ്പോൾ എനിക്ക് വിഷമം തോന്നും മുതലാളി. എന്നെ അങ്ങയുടെ ഗുമസ്തനായിട്ട് നിയമിക്കണം. അതിന് ഞാൻ വക്കീലല്ലല്ലോ. വക്കീലല്ലെങ്കിലും സാധാരണ വക്കീലന്മാരെ പോലെ വെറും കീലല്ലല്ലോ. നിയമത്തിന്റെ വക്രതകൾ അറിഞ്ഞുകൂടാത്തവരുടെ കൂടെ നിന്ന് ഞാൻ മടുത്തു. മടുക്കണ്ട, ഇവന് വേണ്ട വക്രതയൊക്കെ പറഞ്ഞു കൊടുത്ത് നീ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിക്കോ. അനന്ത, ആദർശം കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇല്ലാത്തവന്റെ മുതലൊന്നും അല്ലല്ലോ, സർക്കാരിലേക്ക് കണ്ടുകെട്ടിപ്പോകേണ്ട മുതലല്ലേ. പോയിന്റ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്റെ നേട്ടത്തിന് വേണ്ടിയല്ല. ഉണ്ടുപടുത്തവൻ എന്തിനാണ് ഉരുള? എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിനക്കൂടി അവകാശപ്പെട്ടതാണ്. ലോറിയും പണിക്കാരും ഇന്ന് രാത്രി ഇവിടെ എത്തും. സാധനങ്ങൾ നിറച്ച വണ്ടി ഇവിടുന്ന് വിടണോ അതോ കാലി വണ്ടി വിടണോന്ന് നീ തീരുമാനിക്കുക. അതെ. ഓ, എന്തൊരു മഹാൻ. പിന്നെ ഒരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം തൊഴുതാ മതി. ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? കപ്പ, വാഴക്കൊല തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം. ഇത് വെറും മോശ. അധികാരത്തിൽ ഇരിക്കുന്നവർ വരെ കോടികൾ അടിച്ചു മാറ്റുന്നില്ലേ? ആദ്യമായതുണ്ടായി മനപ്രയാസം. ഇനി അങ്ങോട്ട് ശീലമായിക്കോളൂ. അപ്പൊ എല്ലാരും കൂടി എന്നെ കള്ളനാക്കി അകത്താക്കാനുള്ള പരിപാടിയാണല്ലേ? രാജയോഗത്തിന് വിധി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത്. അകത്ത് കിടക്കാനാണ് വിധിയെങ്കിൽ അതും അനുഭവിച്ചല്ലേ കഴിയും. അങ്ങനെ ഞാൻ അകത്ത് പോകുന്നെങ്കിൽ അത് നിന്നെ കൊന്നിട്ടായിരിക്കും. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ നിന്റെ കശ്മലൻ അമ്മ അവനെ കൊണ്ടുവച്ചു വാ. ഇതൊക്കെ ആരെങ്കിലും കാണുമെന്ന് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഓ, ഈ പാതിരക്ക് ഏത് തെണ്ടിയാ ഉറക്കളച്ച് ഇതൊക്കെ കാണാനിരിക്കുന്നത്? അതെന്താ? അവനെ പേടിപ്പിച്ചതാ. ഞാനാ സാക്ഷി. ആഹാ, നിനക്ക് ഈ രാത്രിയിൽ ഇവിടെ എന്താ കാര്യം? എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവൂ. നീ എന്ത് കണ്ടെന്താ? ലോറി, തടി, പോലീസ്, ജയില്, എനിക്കൊരു പണിയായി. എന്നാ വരട്ടെ സാറന്മാരെ. ദേവൻ രക്ഷപ്പെട്ടു. വിടരുന്നവനെ പിടിച്ചോ. അവനെവിടെ പോയി? വിടല്ലേ? എന്റെ പുറകെ ഓടാ. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അവനെ വിട്ടാ പറ്റില്ല. പിടിച്ചോ. എന്നെ അങ്ങനെ കിട്ടത്തില്ല.
എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ള ഒരു ആശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തടി മോഷ്ടിച്ചു, വിറ്റു, നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതെന്റെ കണ്ണിൽ തന്നെ പെട്ടു. ആ പോട്ടെ, കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആ. നല്ല പാചകമാണല്ലോ. ഉർമീസിന് ഇതിനു മുമ്പ് കുശിനി പണിയായിരുന്നോ? ഇപ്പൊ കുശിനിപ്പണിയാണ്. മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം. അത് പോകെ പോകെ സാറിന് മനസ്സിലായിക്കോളും. തിരുമനസ് ഞണ്ണുക. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് കൊട്ടാരമാണ്, പച്ചക്കറികളെ പാടുള്ളൂ, കടിച്ചു പറിക്കുന്നൊന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും. എന്റെ കർത്താവേ, പേടിക്കണ്ട, ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുമോ? അത് പഴഞ്ചോറായില്ലേ? ആ, പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്. അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുമാ താമസിക്കുന്നതല്ലേ? അതെ, എന്താ ചുമ്മാ, എന്ത് ചുമ്മാ? വെറും ചുമ്മാ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ടേ മാറിയിരുന്നേ. മതി ശേഖരൻ. ഇതിനെന്തൊരു ഒത്തൊരുമ. ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ. സാറ് തിന്നട്ടെ.